സുശാന്ത്, വെൽക്കം ടു ലൈൻ കിറ്റ്. താങ്ക് യു. എങ്ങനെ പോണു അഗ്നിപരീക്ഷ? സൂപ്പറായിട്ട് പോകണം. ശ്യാം അഗ്നിപരീക്ഷയുടെ ഒരു ഭാഗമാവുമെന്ന് വിചാരിച്ചിരുന്നു ആദ്യം ഇത് അയക്കുമ്പോ? ശരിക്കും ഇല്ല, കാരണം ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നപ്പോ അഗ്നിപരീക്ഷയുടെ ആദ്യത്തെ സീസൺ, അഗ്നിപരീക്ഷയുടെ ആദ്യത്തെ സീസണാണ്. അതിൽ കുറെ വർഷങ്ങളായിട്ട് അയച്ചു. അല്ല ബിഗ് ബോസിന് വേണ്ടിയിട്ട് കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞപ്പം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50-50. ഓക്കെ, പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ലക്കായിട്ട് തോന്നി. എന്തായിരിക്കും ശ്യാമിനെ അഗ്നിപരീക്ഷയ്ക്ക് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഹുക്ക്? ശ്യാമിന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്ത് കണ്ടിട്ടായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക? ചിലപ്പോൾ അവർക്ക് എൻ്റെ പേഴ്സണാലിറ്റി, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യും, അതിനുള്ള ഒരു കാലിബർ ഉണ്ടെന്ന് മനസ്സിലായിട്ട്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത്, ഞാൻ റിയൽ ആയിട്ട് നിൽക്കുന്നത്. അയ്യോ ശ്യാം, അത് മാത്രം എന്നോട് പറയരുത്. ഇവിടെ വന്നിട്ടുള്ള ഇന്ന് വരെയുള്ള എല്ലാ കണ്ടസ്റ്റൻസ് കാണുമ്പോഴും വരുമ്പോഴും ഓഡിഷന് വരുമ്പോഴും ചെയ്യുമ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഞാൻ റിയൽ ആയിട്ട് നിൽക്കും. നമ്മൾ GDക്ക് വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞില്ലായിരുന്നു ഞാൻ റിയൽ ആയിട്ട് നിൽക്കും. അത് വിടും, അടുത്തത് പറയും. അടുത്തത് എനിക്ക് എൻ്റെതായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉപയോഗിക്കാം. എന്താണ്? ഒരു രണ്ടെണ്ണം പറഞ്ഞു. രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ അത് എത്തിക്സ് പരമായിട്ട് മുന്നോട്ട് പോകാൻ നോക്കും. അപ്പം ഞാൻ അവിടെ കയറി എനിക്ക് എത്തിക്സ് ഇല്ല. എത്തിക്സ് വേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാം, പക്ഷെ ഞാൻ അതിനകത്ത് ഒരു സാധനമാണ് ഉണ്ട് ഇല്ല 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 ഇല്ല. ഓക്കെ, എന്റെ ആദ്യത്തെ സ്ട്രാറ്റജി എനിക്ക് എത്തിക്സ് ഇല്ല. പിന്നെ മറ്റുള്ളവര് ഷൈൻ ചെയ്യാനായിട്ട് കുറച്ച് സ്ഥലം എടുക്കും എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് കയറിയിട്ട് ഞാൻ ഷൈൻ ചെയ്യും, അല്ല അവരെ ഷൈൻ ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ അതിലൂടെ ഞാൻ ഷൈൻ ചെയ്യും. പെർഫെക്റ്റ്. ഇത് രണ്ടുമാണ് ശ്യാമിന്റെ സ്ട്രാറ്റജി. ഓക്കെ, അപ്പൊ ഈ സ്ട്രാറ്റജി വെച്ചിട്ട് ഇപ്പൊ ഇത് ജനങ്ങൾ കാണുന്നുണ്ടാവും. ഈ സ്ട്രാറ്റജി കേട്ട് ആൾക്കാർ വോട്ട് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ഈ സ്ട്രാറ്റജി ആയിട്ട് വോട്ട് ചെയ്യുന്നു തോന്നുന്നില്ല, പക്ഷെ ഈ സ്ട്രാറ്റജി അവിടെ ഉണ്ടെങ്കിൽ കളി കുറച്ചും കൂടി ക്രേസി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അഗ്നിപരീക്ഷയിൽ വിന്നറായി ഹൗസിൽ പോവും? ഹൗസിൽ പോവും, ഹൗസിലും വിന്നറാക്കണം. ഓക്കെ, അത് ഞാൻ ചോദിക്കട്ടെ. ബിഗ് ബോസ് ഹൗസിൽ ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ 7 സീസൺ കണ്ടു. 7 സീസണിൽ നമ്മൾ 100-150 കണ്ടസ്റ്റൻസിനെ കണ്ടു. ഞാനൊരു അറൗണ്ട് നമ്പറാണ്. അപ്പം ഇവരെല്ലാവരും വിന്നറാവാൻ പോയ ആൾക്കാരാണ്. ഇതിൽ 7 വിന്നേഴ്സാണ് നമുക്ക് ഉണ്ടായത്, 7 റണ്ണറപ്സും അല്ലേ? ഇവർക്കൊന്നും ഇല്ലാത്ത എന്ത് ക്വാളിറ്റിയാണ് ശ്യാമിനുള്ളത്? നമ്മൾ എന്തിനു ശ്യാമിനെ കാണണം? നമ്മൾ എന്തിനു ശ്യാമിനെ വോട്ട് ചെയ്യണം? ഇവൻ ഞാനും എൻ്റെ ഉണ്ട് ഒരു വോട്ട്, ഞാനും ചെയ്യണ്ടേ? അപ്പം ആ വോട്ട് എന്നോട് പേടിക്കുക. ആ വോട്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഗെയിമിനെ കൊണ്ടുപോകാൻ പറ്റും എനിക്ക്. കൊണ്ടുപോയാലേ ഞാൻ വോട്ട് ചെയ്യൂ. ഐ ഷുഡ് സീ ദാറ്റ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദാറ്റ് യുവർ സ്റ്റോറി? നിങ്ങൾ ഈ ഒരു ബിഗ് ബോസിൽ ഭാഗമാവണം, അല്ലെങ്കിൽ അഗ്നിപരീക്ഷയിൽ ഒരു കണ്ടസ്റ്റന്റ് ആവണം, അതിന് നിങ്ങൾക്കൊരു സ്റ്റോറി ഉണ്ടായിരിക്കില്ലേ? എന്താണ് സ്റ്റോറി? എൻ്റെ ലൈഫിൽ ഞാൻ നേരിട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ, ലൈക്ക് ഞാൻ എന്താണ് എന്ന് തന്നെ ചിന്തിപ്പിച്ച കുറേ ചോദ്യങ്ങൾ, അതിനൊക്കെ ഉള്ളൊരു ഉത്തരം എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് 22 വയസ്സുള്ളൂ. അപ്പോൾ ഈ 22 വർഷത്തിൽ ഒരു 17-18 വയസ്സിൽ തന്നെ ഞാൻ നീ എന്താണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു, അപ്പോൾ ഇത്രയും ഒരു ചെറിയ കുട്ടിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ലൈഫിൽ ഇനിയും ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ. സോ ഒരു കാര്യം ചോദിക്കട്ടെ, നീ എന്താണ്? അതെന്തായിരുന്നു എന്ന് ലൈക്ക് ആൾക്കാർക്ക്, എനിക്ക് കുറച്ച് ഫെമിനിൻ ക്യാരക്ടറാണ് ഉള്ളത്. സോ ആൾക്കാർക്ക് അറിയണം, ഇവൻ കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ, ഇവൻ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. എല്ലാവരും ഈക്വൽ ആണ്, എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരേ വേ ഓഫ് എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മളൊരാളെ നമ്മൾ ലൈക്ക് ഒരു മെൻ വിമൻ അങ്ങനെ കാണുമ്പോഴാണ് പ്രശ്നം. ലൈക്ക് ഒരാളെ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ അങ്ങനെ കാണാത്ത പക്ഷം ഞാൻ എന്തായിരുന്നു എന്നുള്ളവർക്ക് ചോദ്യമുണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടുപിടിച്ചൊരു കാര്യം, ഞാൻ മനുഷ്യനാണ്, എല്ലാവർക്കും ഉള്ള അതേ വേ ഓഫ് ഇമോഷൻസും ഫീലിങ്സും തന്നെയാണ് എനിക്കുള്ളത്. അത് ഞാൻ റിയലൈസ് ചെയ്തപ്പോൾ പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇപ്പം ആരെങ്കിലും നീ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് എ കൂൾ ക്വസ്റ്റ്യൻ. അപ്പോൾ അതാണ് ഹൗസിൽ പോകാനുള്ള സ്റ്റോറി. അപ്പോൾ ഹൗസിൽ പോയി എല്ലാവരോടും ഇത് പറയണം. എനിക്ക് ഒരു കാര്യമുണ്ട്, ലൈക്ക് കുറേ കുട്ടികൾ, ഇപ്പം ഞാൻ എൻ്റെ 13-14 വയസ്സിലാണ് ഈ ഒരു സംഭവം അനുഭവിച്ചത്. എനിക്കറിയാം കേരളത്തിൽ നിന്നല്ല, ലോകത്തിൽ തന്നെ കുറേ കുട്ടികൾ ഇത് അനുഭവിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് ഇത് ആരോട് പറയണം, എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം? കുറേ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന വരെ രീതിയിലേക്ക് എത്താറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ എനിക്ക് കുറച്ച് സ്വാധീനിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുട്ടികളെയും അവരുടെ പാരൻസിനെയും എനിക്ക് ബോധവൽക്കരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അഗ്നിപരീക്ഷ ജഡ്ജസ് ഉണ്ടല്ലോ, ആരാണ് ശ്യാമിന്റെ ഫേവറേറ്റ് ജഡ്ജ്? ഫേവറേറ്റ്
റിയാസിൽ. വൈ? കാരണം ആള് കൂൾ ആൻഡ് കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടാണ് എല്ലാം. കൂൾ ആൻഡ് കാം ആൻഡ് ക്വൈറ്റോ? റിയാസ് കേൾക്കണ്ട, കാം ആൻഡ് ക്വൈറ്റ് എന്നല്ല, കൂളാണ്. കാം ആൻഡ് ക്വൈറ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആളുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഒരു ഓറ നമുക്ക് ഫീൽ ചെയ്യും. ഒരു ഓറ, ഒരു എന്താ, ഒരു ദിവ്യപ്രകാശം എന്നൊക്കെ പറയില്ല, ആ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യും. ഓൾറൈറ്റ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് ബിഗ് ബോസ് ഹൗസിൽ പോട്ടെ. ഹൗസിൽ പോയി എത്ര ദിവസം നിൽക്കും? ഹൗസിൽ പോവോ? യെസ്. ഓക്കെ. പിന്നെ പോയി വിന്നറാവും 100 ദിവസം. 100 ദിവസം. 100 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിവിടെ വീണ്ടും കാണാം. യെസ്. താങ്ക് യു.